ഹൗസ് ബ്ലൂമിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല. നമുക്ക് ഇതേ സാധനം ജർമ്മനിൽ വരുന്നതുകൊണ്ട് അത് അത്ര എളുപ്പമായിട്ട് നമുക്ക് തോന്നില്ല. പാഷൻ വെച്ച് നഴ്സിംഗിന് വരുന്നതാണെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ഗോ ഫോർ ക്രാങ്കൻ ഹൗസ്. 1 year എക്സ്പീരിയൻസ് ആസ് എ നഴ്സിംഗ് സ്റ്റുഡൻറ്റ് എന്നുള്ളൊരു വീഡിയോ എനിക്ക് ചെയ്യണം തോന്നി. ബിക്കോസ് നഴ്സിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ ചെയ്തിരുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് ഇയറിലാണ്. അപ്പോൾ എൻ്റെ അപ്ഷ്ലൂസ് വരുന്നത് 2028 മാർച്ചിലായിരിക്കും പാസ്സായ. അപ്പോൾ 1 year നഴ്സിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയാൻ തോന്നി. സത്യം പറഞ്ഞാൽ എനിക്ക് നഴ്സിംഗ് ഫീൽഡിൽ എനിക്ക് 2 years എക്സ്പീരിയൻസ് ഉണ്ട്. ബിക്കോസ് ഐ ഡിഡ് 1 year FSJ. അപ്പോൾ നഴ്സിങ്ങിനെ പറ്റിയിട്ട് 1 yearൻ്റെ കോഴ്സിനെ പറ്റിയിട്ട് കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. കുറേ പേര് എന്നോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ടഫാണോ നഴ്സിംഗ് എന്നുള്ളത്. ഇപ്പം നമ്മൾ നഴ്സിംഗിൽ പഠിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ സാധനം നമ്മൾ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. ഇത് നമ്മൾ 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ NCERTയിലെ ടെക്സ്റ്റിൽ പഠിച്ച സാധനമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതേ സാധനം ജർമ്മനിൽ വരുന്നതുകൊണ്ട് അത് അത്ര എളുപ്പമായിട്ട് നമുക്ക് തോന്നില്ല. അതാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടുത്തെ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എല്ലാ വർഷമല്ല, നമുക്ക് സെം എക്സാം പോലെ തന്നെ നമുക്ക് ബ്ലോക്ക് എക്സാംസ് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് 3 വർഷം കഴിയുമ്പോൾ ഒരു ബിഗ് എക്സാമും ഉണ്ടാവും, ഒരു മെയിൻ എക്സാമും ഉണ്ടാവും. നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൽ ഒരു മെയിൻ എക്സാം ഷ്രിഫ്ലിഷ്, പിന്നെ ഒരു പ്രാക്ടീസ് എക്സാം, പിന്നെ ഒരു മ്യൂൺലിഷ് എക്സാം. അപ്പോൾ ഇതിന് പാസ്സായി കഴിഞ്ഞാലാണ് നമ്മൾ 3 മൊഡ്യൂൾസും പാസ്സാവുന്നത്. അപ്പോൾ ആദ്യത്തെ വർഷം കഴിയുമ്പോൾ നമുക്കൊരു ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് കിട്ടും. അതെനിക്ക് ഓൾറെഡി ഉണ്ട്. സർട്ടിഫിക്കറ്റിൽ നമുക്ക് എത്ര മാർക്ക് നമുക്ക് കിട്ടി, എത്ര ദിവസം നമ്മൾ ലീവ് എടുത്തു, നമ്മുടെ ഫെയിലർ സൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമുക്ക് അങ്ങനെ വർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഹൗസ് ബിൽഡിങ്ങിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും അല്ല. നമുക്ക് സ്റ്റൈഫിന് കിട്ടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണി തന്നെയാണ്. നഴ്സിംഗ് പാഷനായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ ഭയങ്കര പാഷനായിട്ട് ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമോ ഒന്നും എനിക്കറിയില്ല ആസ് എ സ്റ്റുഡൻറ്റ്. ബിക്കോസ് നമ്മൾ കൂടുതലും ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ കുളിപ്പിക്കാനും പിന്നെ അവിടുത്തെ ഇങ്ങനെ എന്താ പറയുക, കുപ്പി കൊണ്ട് എല്ലാ റൂമിൽ വെക്കാൻ, അങ്ങനത്തെ ഇപ്പോൾ ബെഡ് മേക്കിംഗ് ഒക്കെ പറയില്ലേ, അങ്ങനത്തെ പണിയൊക്കെയാണ് അവിടെ കൂടുതലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പാഷൻ വെച്ച് നഴ്സിംഗിന് വരുന്നതാണെങ്കിൽ ഐ തിങ്ക് ബെറ്റർ ഗോ ഫോർ ക്രാങ്കൻ ഹൗസ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്നതായിരിക്കും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ എനിക്ക് നഴ്സിംഗിൽ പറയാനാണെങ്കിൽ എക്സാംസ് ഈ പറയുന്ന പോലെ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു വൈവയ്ക്ക് കയറുമ്പോഴൊരു ടെൻഷൻ ഇവിടുത്തെ മ്യൂൺലിഷ് എക്സാമിന് കയറുന്ന സമയത്ത് ഉണ്ടാവും. പിന്നെ എക്സാംസ് ടഫാണോന്ന് വെച്ചാൽ ഒരു ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 1 മാസമൊക്കെ ആയിരിക്കും. ഒരു ബ്ലോക്കിൽ നമുക്ക് 2 പരീക്ഷയാണ് വരുന്നത്. 2 ഷ്രിഫ്ലിഷ് എക്സാം, അതായത് റൈറ്റിംഗ് എക്സാംസ് ആയിരിക്കും വരുന്നത്. പക്ഷേ എനിക്ക് എക്സാമിന് വന്നത് ഏതായിരുന്നു, അതായത് ഹാർട്ടും പിന്നെ വേറെ എന്തോ, എനിക്കൊന്ന് സ്ട്രോക്കാന്ന് തോന്നുന്നു, ഹാർട്ടും സ്ട്രോക്കും അങ്ങനെ എന്തോ ആണ് വന്നത്. അപ്പോൾ രണ്ടിനും രണ്ടിൻ്റേതായ മാർക്കായിരിക്കും. ചിലത് നല്ല എളുപ്പമുള്ള എക്സാംസ് ആയിരിക്കും, ചിലത് ടഫായിരിക്കും. ഇവിടെ മാർക്ക് ആരും നോക്കുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് പേടിക്കണം. എനിക്ക് ഫുൾ മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കരയേണ്ട ആവശ്യമൊന്നുമില്ല. മാർക്ക് പ്ലേസ് നോ റോൾ ഹിയർ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു പാസ് ദ എക്സാം. പിന്നെ എനിക്ക് അതിൽ തന്നെ എനിക്ക് 1 കിട്ടിയോ 2 കിട്ടിയോ എന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് ഇവിടുത്തെ ജർമ്മൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് 1 to 5 ആണ്. 5 ബീങ് ദ വേഴ്സ്റ്റ് ആൻഡ് 1 ബീങ് ദ ബെസ്റ്റ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് 4 കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. 4.5 ആണെങ്കിൽ പ്രശ്നമുണ്ട്. 4.5 ഇവർ റൗണ്ടാക്കി 5 ആക്കും. അതുകൊണ്ട് 4.5 കിട്ടാണ്ട് ശ്രദ്ധിക്കുക. 4, 3, 2, 1 ഇതിൽ ഏതെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഈ ERS സ്വൈക്നെസ്, അതായത് ഇയർലി നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമല്ലോ. അപ്പം തേർഡ് ഇയർ നമുക്ക് കുറച്ച് മാർക്ക് കുറവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിലെ മാർക്കും കൂടെ എത്രയോ പെർസെൻറ്റേജ്, വളരെ ചെറിയൊരു പെർസെൻറ്റേജ് എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മാർക്കിനെ ആലോചിച്ചൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. അതാണൊരു 1 year നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാനുള്ളത്.